തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളിലേക്കാണ് വരിക. യൂട്യൂബിൻ്റെ സെറ്റിങ്സ് അങ്ങനെയാണ്. യൂട്യൂബ് നമ്മളിങ്ങനെ പേടി പിടിച്ചിട്ട് ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനലിലേക്ക്. ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2025 അവർ വളരെ മാറ്റങ്ങളോട് കൂടി യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാമോ, എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്നുള്ളൊരു സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു വീഡിയോ, എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഇത് കാണുന്നവരിൽ മിക്ക പേരും ചാനൽ മോണിറ്റൈസേഷൻ ആകാത്തവരായിരിക്കും, വാച്ച് ടൈം കംപ്ലീറ്റ് ആകാത്തവരായിരിക്കും. അങ്ങനെ ആയവർ, റീച്ച് ആയവർ, ക്യാഷ് കിട്ടുന്നവർ സ്വാഭാവികമായിട്ടും അവരുടെ റവന്യൂ കൂട്ടാനുള്ള, അവർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്ന തിരക്കിലായിരിക്കും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ച് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ നിങ്ങൾ മിസ്റ്റേക്കുകൾ ഒഴിവാക്കുന്നതിൽ ആദ്യത്തെ ഒഴിവാക്കേണ്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക എന്നുള്ളതല്ലേ. 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം എന്നുള്ളത്, ഇത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ 1000 സബ്സ്ക്രൈബർ, നമ്മളിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ നോക്കുമ്പോൾ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മാത്രമായിരിക്കും വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. അത് ഞാനിങ്ങനെ എങ്ങനെ പറഞ്ഞാലും, കാരണം ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ ഒരു ചാനൽ വന്ന ശേഷം ഞാൻ ഒരുപാട് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാനൽ, AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ഈ ഒരു ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും തുടങ്ങിയതല്ല. പക്ഷേ അത് എന്നിലേക്ക് വന്നതാണ്. പക്ഷെ ഞാൻ മോണിറ്റൈസേഷൻ എയിം ചെയ്തിട്ട് ഒരുപാട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിളായിട്ട് പറയാം. പിന്നീട് ഞാൻ ചെയ്തത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാമെന്നുള്ള രീതിയിലും വാച്ച് ടൈമിനും വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. എൻ്റെ ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ 2 ചാനലുണ്ട്. ഞാൻ അവരെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് അവരുടെ ഒരു റിപ്ലൈ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. 2 പേരും മോണിറ്റൈസേഷൻ എയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളും, മറ്റൊരാൾ വെറുതെ ചുമ്മാ ടൈം പാസിനാണ്. ഈ 2 ക്രിയേറ്റേഴ്സിലും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ആൾക്കും ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടുന്നതിന് മുന്നേ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്ര ഗ്രോത്ത് ആയിരിക്കും അവരുടെ ചാനൽ. ഇതേ സമയത്ത് ഞാൻ മറ്റ് ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് 1 മണി വരെ, 2 മണി, രാത്രി 2 മണി വരെയൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഉറക്കമില്ലാതെ ഗ്രൂപ്പുകളിൽ വാച്ച് ടൈം ചെയ്തിട്ടും ഇതുപോലെ സബ് കൃത്യം 24 hours ആയി കഴിഞ്ഞാൽ ഞാൻ കളവ് പറയല്ല, സത്യമായിട്ടും ഞാൻ തിരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചവർക്ക് തിരിച്ച് സബ് കൊടുക്കാനുണ്ടെന്ന്. അത് രാത്രി ഇരുന്ന് കൊടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ടും കാര്യം, അതൊക്കെ ഇങ്ങനെ കറക്റ്റ് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന പോലെ നമ്മളിത് ഇത്ര പേർക്ക് ചെയ്തു, ഞാനും ചെയ്തു, ഞാൻ കണ്ടു എന്നുള്ള രീതിയിലുള്ള സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുക. അപ്പോൾ ശരിക്കും ഒരു ചാനൽ വീഡിയോ ഇടുന്നതിൽ എത്ര ആത്മാർത്ഥത ഉണ്ട്? ഒരു വീഡിയോക്ക് വേണ്ടി ഇവർ ഇത്ര സമയം ചിലവഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഇടും, എന്നിട്ട് അതിന് റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ, ആ ഒരു വീഡിയോക്ക് നിങ്ങൾ 15-20 മിനിറ്റ് ആണെങ്കിൽ അത് വ്യൂസ് ഫേക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മണിക്കൂറുകളോളം രാത്രി ഉറക്കമൊഴിച്ചിട്ട് ഇവർ ചെയ്യണം. ഇതിൻ്റെ ആവശ്യമില്ല യൂട്യൂബിൽ. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ യൂട്യൂബ് നമുക്ക് സിഗ്നൽ തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു യൂട്യൂബിൻ്റെ ഒരു റിപ്ലൈ ആണ്, നിങ്ങൾ റോങ് വേലാണ് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ്റെ അതാണ്ട് സെറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ആ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ബാക്കി എന്താ? ഈ 4000 വാച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ $100 കിട്ടുമോ? പിന്നീട് ഒരു 4000 വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ $100 ആവുമോ? $100 കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വ്യൂസ് പിന്നെയും വേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മോണിറ്റൈസേഷൻ മാത്രം എയിം ചെയ്ത് നിങ്ങൾ വീഡിയോസ് ചെയ്യരുത്. നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുക. നീ നേരത്തെ പറഞ്ഞ 2 ക്രിയേറ്റേഴ്സ് ചെയ്തതാണ്. അവർ വീഡിയോസ് ചെയ്യുന്നു, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ബാക്കിയൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല.
നമ്മൾ സ്ഥിരമായിട്ട് ഈ ഏൺ ടാബ് എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് നോക്കുന്നേ ഇല്ല. അവർക്ക് മെയിൽ വന്നപ്പോഴാണ് അവരെന്നെ വിളിച്ചിട്ട് ഇതുപോലെ മോണിറ്റൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ അവർ ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല, അത് അവരിൽ അറിയാതെ സംഭവിച്ചതാണ്. അവരൊരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അതേപോലെയുള്ള അടുത്ത വീഡിയോസും ചെയ്തു വന്നപ്പോൾ ഒരേ കാറ്റഗറി ആയി. അത് അവർ ശ്രദ്ധിച്ചതൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു വന്നു, സ്വാഭാവികമായിട്ടും വീഡിയോ റീച്ചായി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ഈ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാൻ കഴിയും. ഇതത്ര വലിയൊരു സംഭവമൊന്നുമല്ല. 1-2 വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവർ നമ്മൾ ഇതുപോലെയുള്ള കമൻറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയാണ് മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വീഡിയോൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനോ സബ്സ്ക്രൈബ് കൗണ്ട് വർദ്ധിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതാവരുത്. നിങ്ങൾ സിൻസിയറായിട്ട് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിങ്ങനെ ഡെയിലി എന്ന് ഞാൻ പറയുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ഈ ഒരു സബ്സ്ക്രൈബർ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ 1000 സബ്സ്ക്രൈബർ അവന് ഓരോ ചാനലിലും ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അത് യൂട്യൂബ് എത്തിച്ചു തരും. യൂട്യൂബ് അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ 2025 യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെ മാറി ഇങ്ങനെ യൂട്യൂബിൻ്റെ ബേസിക് ഘടന ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിൻ, വീഡിയോ സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഘടന അത് കാലാകാലം അങ്ങനെ തന്നെയായിരിക്കും. ചെറിയ മാറ്റങ്ങൾ വരാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല. മറ്റ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞ 2 സബ്സ്ക്രൈബേഴ്സേക്ക് അവരിലേക്ക് ഇങ്ങോട്ട് വരും. ഇത് അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം ഈ ഒരു ചാനലിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ തേടി പിടിച്ച ചാനലൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കും ഉണ്ടായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ചാനൽ റീച്ച് ആകണം. ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ 1 മണി വരെ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഉറക്കമൊഴിച്ചിട്ട്. പക്ഷെ അത് ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ പറയരുത്. ഞങ്ങൾ 2 മണി വരെ എന്നോട് പലരും പറയാറുണ്ട്. പക്ഷേ യൂട്യൂബിനോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ആ സമയം നിങ്ങൾ കണ്ടൻറ്റിന് വേണ്ടി മാറ്റിവെച്ച് കണ്ടൻറ്റുകൾ ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, വാച്ച് ടൈമും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. യൂട്യൂബ് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കും, ഇവർക്ക് അയച്ച പോലെ യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് മെയിലയക്കും. യൂട്യൂബിനെ കൊണ്ട് ഇങ്ങോട്ട് മെയിലയപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ചാനൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അങ്ങനെ പറ്റുന്നവരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 2025 മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ, നല്ല വീഡിയോ ക്വാളിറ്റിയിൽ, നല്ല തംബ്നെയിൽ വെച്ച്, നല്ല ടൈറ്റിൽ വെച്ച്, നല്ല ഡിസ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾ വീഡിയോസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയും പോയി ചോദിച്ച് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ 2025 ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ചാനലിൻ്റെ ഫൗണ്ടേഷനാണ് നന്നാവേണ്ടത്. ആ ഒരു ഫൗണ്ടേഷൻ കെട്ടുന്നത് നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ടേ നമുക്ക് പടവ് അത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചാനലും. നിങ്ങൾ ചാനൽ ഈ രീതിയിലാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതേ നിങ്ങൾക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാനൽ അത്രയും ഉയരും. ഇതുപോലെ നിങ്ങൾ ഇവിടുന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വെറുതെ ഒരു തികക്കാൻ വേണ്ടിയിട്ട് ആ ക്രൈറ്റീരിയ തികക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രേ റിസൾട്ടേ നിങ്ങളുടെ ചാനലിൽ ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരു ന്യൂ യൂട്യൂബേഴ്സും ചാനൽ മോണിറ്റൈസേഷൻ ആക്കാത്തവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ചാനലിൽ വരും. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൻ്റെ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.